നമസ്കാരം. ഫറൂഖ് നഗരസഭയിലെ 24ാം ഡിവിഷനിൽ 5 വർഷം കാലാവധി പൂർത്തീകരിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ണികൃഷ്ണൻ തീയത്ത് നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർ ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഞാൻ ഫറൂഖ് നഗരസഭയിലെ 24ാം ഡിവിഷൻ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ തീയത്ത്. പുതുക്കഴിപ്പാടത്തിൻ്റെ നെടുകെയുള്ള ദീപ മുണ്ടുപാലം റോഡ് മുതൽ കിഴക്കോട്ട് പെരുമുഖം ചെത്തലത്ത് പറമ്പ് ലക്ഷം വീട് വരെയും വടക്ക് പെരുമുഖം ചന്ത റോഡിൽ നല്ലൂർ നാരായണ LP സ്കൂൾ മുതൽ തെക്ക് തണ്ണീർച്ചാൽ വരെയും വിസ്തൃതമായതും 468 വീടുകളിലായി 2000-ൽ പരം ജനങ്ങൾ താമസിക്കുന്നതുമായ ഡിവിഷനാണ് പുതുക്കഴിപ്പാടം ഡിവിഷൻ. ഡിവിഷനിൽ പ്രധാനമായും കാർഷിക മേഖലയാണ് ഉൾക്കൊള്ളുന്നത്. നഗരസഭ കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എല്ലാം അർഹതപ്പെട്ടവരിൽ എത്തിക്കുന്നതിന് എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങൾ നല്ല പങ്കാളിത്തത്തോടു കൂടി കർഷക സഭകൾ ചേരാറുണ്ട്. കൂടാതെ ഈ വർഷം നമ്മുടെ നഗരസഭയെ കേരഗ്രാമം പദ്ധതിയിൽ കേരള സർക്കാർ ഉൾപ്പെടുത്തിയതിൻ്റെ ഫലമായി വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ കർഷകർക്കും ഇടവിള കൃഷിക്കുള്ള ചേന, മഞ്ഞൾ വിത്തുകൾ വാർഡിൽ വെച്ചു തന്നെ വിതരണം ചെയ്യാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. നാളികേര കൃഷിക്കുള്ള ജൈവവള വിതരണം, ഗ്രോ ബാഗ് വിതരണത്തിലൂടെയും വിത്തും വളവും നൽകിയും പച്ചക്കറി തൈകൾ നൽകിയും പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയവയും വാർഡിൽ നന്നായി നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരഗ്രാമം പദ്ധതിയിലൂടെ ഈ വർഷം മഴക്കാലത്ത് തന്നെ ജൈവവളം എത്തിക്കുവാൻ നഗരസഭ നടപടികൾ എടുത്തിട്ടുണ്ട്. നഗരസഭയുടെ വെറ്റിനറി ഹോസ്പിറ്റൽ വാർഡ് അതിർത്തിയിലായതുകൊണ്ട് ക്ഷീര കർഷകർക്ക് ആശ്വാസമാണ്. എല്ലാ വർഷവും ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിന് പുറമെ കഴിഞ്ഞ പ്രളയങ്ങളിൽ അവർക്ക് വന്ന നഷ്ടങ്ങൾക്കുള്ള ആശ്വാസവും സർക്കാരിൽ നിന്നും ലഭ്യമാക്കുന്നതിന് കൗൺസിലർ എന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ വർഷം ഒരു കർഷകന് ശുദ്ധജല മത്സ്യകൃഷി തുടങ്ങുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഹരിത നിയമാവലി സംബന്ധിച്ച് ഡിവിഷനിലുള്ള 5 അയൽസഭകളിലും വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെവ്വേറെ ക്ലാസുകൾ സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ജനകീയമായി അജൈവ മാലിന്യ ശേഖരണം നടത്തി. മാലിന്യ ശേഖരണത്തെക്കുറിച്ചും സംസ്കരണത്തെക്കുറിച്ചും നിരവധി ക്ലാസുകൾ ഗ്രാമസഭകളിലൂടെയും വേറിട്ടും സംഘടിപ്പിച്ചു. ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ഡിവിഷനിൽ കാലാകാലങ്ങളിൽ നടത്താറുണ്ട്. 2018-ൽ നടത്തിയ ജാഗ്രതോത്സവം എടുത്തു പറയാവുന്ന ഒന്നാണ്. ജാഗ്രതോത്സവത്തിൽ വെച്ച് ഉന്നത വിജയം നേടിയ 45 വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ ആ വർഷം കഴിഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം, ആരോഗ്യ ക്ലാസുകൾ, പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണം എന്നിവയെല്ലാം കൃത്യമായി നടത്തുന്നതിന് പുറമെ നഗരസഭയുടെ പാലിയേറ്റീവ് വിഭാഗത്തിൻ്റെ സേവനം ആവശ്യമായവർക്കെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. വയോമിത്രം ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് 2 ആഴ്ചയിലൊരിക്കൽ വീതം ഡോക്ടറും പാരാമെഡിക്കൽ ജീവനക്കാരും വന്ന് ഡിവിഷനിൽ 60ഓളം വയോധികർക്ക് ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള മരുന്ന് നൽകുന്നതിന് പുറമെ പരിശോധന നടത്തി ആവശ്യമായവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ശുപാർശക്കത്ത് നൽകുകയും ചെയ്യാറുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് മുഴുവൻ രോഗികളുമായി ഡോക്ടർ ഫോൺ മുഖേന ബന്ധപ്പെടുന്നതിനും മരുന്ന് അവരവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. യുവാക്കളും കുട്ടികളും ലഹരിയിലേക്ക് വഴുതി വീഴാതിരിക്കുന്നതിനും അടിമകളായവരെ മോചിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിമുക്തിയുടെ വാർഡുതല സമിതി നഗരസഭയിൽ തന്നെ ആദ്യമായി രൂപീകരിക്കുന്നതിനും സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തെരുവ് നാടക സംഘത്തിൻ്റെ പരിപാടി അവതരിപ്പിക്കുന്നതിനും സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്വാറന്റൈൻ സമയത്ത് പ്രവാസികൾക്ക് ആയുർവേദ പ്രതിരോധ മരുന്ന് വീടുകളിൽ എത്തിച്ചു നൽകുകയും RRTയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ
വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഡിവിഷനിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾ. വയലോരങ്ങളിൽ താമസിക്കുന്നവർക്ക് മഴക്കാലത്ത് മലിനജലം കിണറുകളിലേക്ക് ചേരുന്നതിനാലും വേനൽക്കാലങ്ങളിൽ കിണർ നേരത്തെ വറ്റിപ്പോകുന്നതിനാലും ശുദ്ധജല ദൗർബല്യം രൂക്ഷമാണ്. കിഴക്കൻ മേഖലയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ വേനൽക്കാലങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA BKCയുടെ ശക്തമായ ഇടപെടലിലൂടെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18,64 ലക്ഷം രൂപ വിതരണ പൈപ്പ് വിന്യസിക്കുന്നതിനും ബൂസ്റ്റിംഗ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനും വേണ്ടി അനുവദിച്ചതിൻ്റെ ഭാഗമായി ഡിവിഷനിൽ ഏതാണ്ട് 2.5 കിലോമീറ്റർ പൈപ്പ് ലൈൻ വിന്യസിച്ചു കഴിഞ്ഞു. ലോക്ക്ഡൗൺ മൂലം 1 കിലോമീറ്ററിലധികം ഇനിയും വിന്യസിക്കേണ്ടതുണ്ട്. കൂടാതെ ഉയർന്ന പ്രദേശങ്ങളിൽ 1 കിലോമീറ്ററോളം SME പദ്ധതിയിലൂടെയും നേരത്തെ വിന്യസിച്ച പൈപ്പുകളിലൂടെയുമായി 100ഓളം വീടുകളിൽ 2 വർഷത്തോളമായി കുടിവെള്ള കണക്ഷൻ എടുത്ത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ ഇടപെടലാണ് കൗൺസിലർ എന്ന നിലയിൽ നടത്തുവാൻ കഴിഞ്ഞത്. അടുത്ത വേനലോടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുവാൻ കഴിയും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ലൈഫ് PMAY പദ്ധതിയിലൂടെ ഡിവിഷനിൽ 14 കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം വീട് നിർമ്മിക്കുവാൻ ധനസഹായം നൽകാൻ കഴിഞ്ഞു. ഇതിൽ മിക്കവാറും വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5 ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ വീട് ലഭ്യമാകും. ഇനിയും വീടില്ലാത്ത ചുരുക്കം ചിലരെ കൂടി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഈ പദ്ധതിയിൽ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ വിപ്ലവകരമായ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാം. പൊതുവിഭാഗത്തിൽപ്പെട്ട 4 കുടുംബങ്ങൾക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 കുടുംബങ്ങൾക്കും വീട് റിപ്പയർ ആനുകൂല്യം കഴിഞ്ഞ 4 വർഷത്തിനകം നൽകാൻ കഴിഞ്ഞു. പൊതുവിഭാഗത്തിൽ 3ഉം പട്ടികജാതി വിഭാഗത്തിൽ 2ഉം വയോധികർക്ക് കട്ടിലുകൾ നൽകി. വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി കൃത്യമായി ചേർന്ന് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെയും താലൂക്ക് സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ജീവനക്കാർ, പാലിയേറ്റീവ് വിഭാഗം ജീവനക്കാർ മുതലായവരുടെയും ആശാ വർക്കർമാരുടെയും സഹായങ്ങൾ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. UDF ഭരിച്ച ആദ്യത്തെ 2.5 വർഷവും കാര്യമായ പദ്ധതികൾ മരാമത്ത് മേഖലയിൽ ലഭിച്ചിരുന്നില്ല. ആദ്യത്തെ 2 വർഷം 4 ലക്ഷം രൂപ വീതമാണ് ഓരോ കൗൺസിലർമാർക്കും റോഡുകളുടെ വികസനത്തിന് അനുവദിച്ചത്. എന്നാൽ ഇല്ലാത്ത ചോയ്ത്തൊടി ഹരിജൻ കോളനി എന്ന പേരിൽ ഒരു കോളനി കടലാസിൽ പടച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൻ്റെ വീടിൻ്റെ പരിസരത്ത് 18 ലക്ഷം രൂപയുടെ പദ്ധതി അവിഹിതമായി തയ്യാറാക്കി നടപടിക്രമങ്ങൾ പാലിക്കാതെ റോഡ് ടാറിങ്ങും ഫുട്പാത്ത് കോൺക്രീറ്റിങ്ങും മറ്റും നടത്തുകയുണ്ടായി. അതേപോലെ അക്കാലത്ത് നഗരസഭാധ്യക്ഷ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ 25 ലക്ഷത്തോളം രൂപയുടെ SC മേഖലയിലെ പദ്ധതിയുണ്ടാക്കി തൻ്റെ ഡിവിഷനിലെ പുളിക്കത്തറയിൽ സാധാരണ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൻ്റെ തുടക്കത്തിൽ 24ാം ഡിവിഷന്റെ ബോർഡർ ആയതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധി കാരണം അവിടെ വയലിലെ ചെടിയിൽ ഒന്നും ചെയ്യാതെ തൻ്റെ ഡിവിഷനകത്തെ വയലിൽ വെള്ളത്തിന് ഒഴുകാൻ ഓവുകളൊന്നും നിർമ്മിക്കാതെ ബണ്ട് കെട്ടിയതുപോലെ ഇന്റർലോക്ക് ചെയ്തതിൻ്റെ ഫലമായി 23ാം ഡിവിഷനിലെയും 24ാം ഡിവിഷനിലെയും ജനങ്ങൾ ആകെ ദുരിതത്തിലാകുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ LDF പിന്തുണയോടെ ശ്രീമതി K. കമറുലൈല ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതിനു ശേഷം എല്ലാ ഡിവിഷനുകളിലേക്കും നീതിപൂർവം ഫണ്ട് അനുവദിക്കുകയുണ്ടായി. പ്രസ്തുത കാലത്താണ് ഡിവിഷനിൽ മരാമത്ത് മേഖലയിൽ കാര്യമായ ഫണ്ട് ചെലവഴിച്ച് വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. 2016-17 വർഷത്തിൽ ദീപ മടത്തിൽ പള്ളിയാളി റോഡ് കോൺക്രീറ്റിംഗ് 1ാം ഘട്ടവും റോഡിന് കുറുകെ ഓവുപാലം നിർമ്മിക്കുവാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. 2017-18 വർഷം ആകെ അനുവദിച്ച 4 ലക്ഷം രൂപ കൊണ്ട് പുതുവാട്ടുപാറ ഉദയമംഗലം റോഡിലെ കുഴി അടയ്ക്കുന്നതിനും ചക്കുവാരക്കണ്ടി ഭാഗത്ത് 100 മീറ്ററോളം റീടാറിംഗ് നടത്തുവാനും മാത്രമേ കഴിഞ്ഞുള്ളൂ.
2018-19 വർഷത്തിൽ നല്ലൂർ നാരായണ എൽ പി സ്കൂൾ കോരങ്കണ്ടി പറമ്പ് റോഡ് ഇന്റർലോക്കിംഗ്, പാലക്കൽ പുറായി ഉദയമംഗലം റോഡ് ഇന്റർലോക്കിംഗ്, നെമ്മണത്ത് മുതുവാട്ടുപാറ റോഡ് ഇന്റർലോക്കിംഗ് 1-ാം ഘട്ടം എന്നിവയും ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊളത്തോട്ടുചിറ പാറോൽ റോഡ് ഉയർത്തുന്നതിനും റോഡിന് കുറുകെ ഓവുപാലം നിർമ്മിക്കുന്നതിനും കഴിഞ്ഞു. പ്രസ്തുത ഓവുപാലം നിർമ്മിക്കുന്ന സമയത്ത് 24-ാം ഡിവിഷനിലെ വെള്ളം 23-ാം ഡിവിഷനിലേക്ക് വിടാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് 23-ാം ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടഞ്ഞപ്പോൾ അതിനെയും ചെറുത്തു തോൽപ്പിച്ചാണ് പ്രസ്തുത ഓവുപാലം നിർമ്മിച്ചത്. ഇപ്പോൾ 24-ാം ഡിവിഷനിലെയും 23-ാം ഡിവിഷനിലെയും വെള്ളക്കെട്ടിന് പരിഹാരമായി ഓവുപാലവും അതിനോട് ചേർന്നുള്ള ഡ്രെയിനേജും നിലനിൽക്കുന്നു. ആ വർഷം തന്നെ ദീപ മുണ്ടുപാലം റോഡിന്റെ തുടക്കത്തിൽ 125 മീറ്റർ MLA ഫണ്ട് ഉപയോഗിച്ച് ഇന്റർലോക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞു. 2019-20 വർഷത്തിൽ പാലോത്ത് കല്ലറ റോഡ് ലെവൽ ചെയ്ത് സോളിങ്ങും ടാറിങ്ങും ചെയ്യുന്നതിനും കൊളത്തോട്ടുചിറ പാറോൽത്താഴം റോഡിന്റെ 1-ാം ഘട്ടം ഇന്റർലോക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടെ ഫ്ലഡിൽ ഉൾപ്പെടുത്തി ദീപ മുണ്ടുപാലം റോഡ് അരികുകൾ തകർന്നത് കെട്ടുന്നതിനും തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും പൂർണ്ണമായും റീടാറിംഗ് ചെയ്യുന്നതിനും ഫണ്ട് വകയിരുത്തി. ടെൻഡർ ചെയ്തെങ്കിലും COVID-19 മൂലം വേനൽക്കാലത്ത് പ്രസ്തുത പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. മഴയുടെ കാഠിന്യം കഴിഞ്ഞാൽ ഈ വർഷം തന്നെ മേൽപ്പറഞ്ഞ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും. 2020-21 പദ്ധതിയുടെ ഭാഗമായി ദീപ മടത്തിൽ പള്ളിയാളി റോഡിന്റെ 2-ാം ഘട്ട കോൺക്രീറ്റിങ്ങും ഉയർന്ന ഭാഗത്ത് ഇന്റർലോക്കിങ്ങും, മുതുവാട്ടുപാറ നെമ്മണത്ത് റോഡ് 2-ാം ഘട്ട ഇന്റർലോക്കിംഗ്, വടക്കേ കുളത്തോട്ട് പാറോൽ റോഡ് ഇന്റർലോക്കിംഗ്, പീലിയാരത്ത് പാലക്കൽ പുറായി റോഡിലെ ചെളിക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റിംഗ് എന്നിങ്ങനെ 4 പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടെ കൊളത്തോട്ടുചിറ പാറോൾ റോഡ് ഉയർത്തി ഇന്റർലോക്ക് ചെയ്യുന്നതിനും അപ്പുനായർ റോഡ് തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിച്ച് റീടാറിംഗ് ചെയ്യുന്നതിനും കഴിയുമെന്ന വിശ്വാസമുണ്ട്. എള്ളാത്ത് ഇടവഴി വിപുലീകരിക്കുന്നതിന് കമ്മിറ്റി ഉണ്ടാക്കി റോഡാക്കി മാറ്റുന്നതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ഡിവിഷനിൽ പുതുതായി 800 മീറ്ററോളം സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിക്കുവാൻ കഴിഞ്ഞു. UDF ഭരണകാലത്ത് വലിയ വില കൊടുത്ത് വാങ്ങിയ 7 LED ലൈറ്റുകൾ ഡിവിഷനിൽ ഫിറ്റ് ചെയ്തെങ്കിലും പലതും കത്താത്ത സ്ഥിതിയാണുള്ളത്. വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടുന്ന കമ്പനി യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിൻ്റെ ഫലമായി മേൽപ്പറഞ്ഞ ലൈറ്റുകൾ പലതും കത്തുന്നില്ല. സ്പോൺസർഷിപ്പിലൂടെ 20-ഉം 2019-20 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 LED ലൈറ്റുകൾ ഡിവിഷനിൽ സ്ഥാപിക്കുവാൻ വേണ്ടി കഴിയും. 2018-19 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ട്യൂബ് ലൈറ്റുകളും ഡിവിഷനിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ എല്ലാവർക്കും LED ബൾബുകൾ നൽകുന്നതിന് ഈ വർഷം നമുക്ക് കഴിയും. നമ്മുടെ ഡിവിഷനിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഇത്തരത്തിൽ ജനകീയമായി സ്ഥാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉദയമംഗലം കുളവും മടത്തിൽ പള്ളിയാളി കുളവും ചെളി നീക്കം ചെയ്ത് ശുചീകരിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ഉദയമംഗലം വാപ്പായിൽ പള്ളിയാളി ഇടവഴി കോൺക്രീറ്റിംഗ് ഈ വർഷം നടക്കും. മഴക്കുഴി നിർമ്മാണം, ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷം ഭൂമി കൃഷിയോഗ്യമാക്കാൻ 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പുതുക്കഴിപ്പാടം വാപ്പായിൽ പീടികത്തറ ഡ്രൈനേജ് വർഷാവർഷങ്ങളിൽ ശുചീകരിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ ഈ വർഷം പീടികത്തറ ഡ്രൈനേജ് പുറംകുളത്തു വന്നു മുട്ടി നിൽക്കുന്നതിനാൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി സ്ഥലമുടമയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അവരുടെ അനുമതിയോടെ ദീപ മുണ്ടുപാലം റോഡിലെ O വരെ താൽക്കാലിക ഡ്രൈനേജ് നിർമ്മിച്ചതിൻ്റെ ഫലമായി പീടികത്തറ ഭാഗങ്ങളിലെ വെള്ളക്കെട്ട് ഒരു പരിധി വരെ കുറയ്ക്കുവാൻ, അതുവഴി അവിടെയുള്ള ജനങ്ങളുടെ പ്രയാസം ലഘൂകരിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഡിവിഷന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ച വാർഡ് വികസന സമിതി കൺവീനർ MP സുരേഷ്, നഗരസഭ ആസൂത്രണ സമിതി അംഗം N ഹരിലാൽ മാസ്റ്റർ, കുടുംബശ്രീ CDS മെമ്പർ PK ശൈലജ, അംഗൻവാടി വർക്കർ റീജ,
കേരഗ്രാമം നഗരസഭാ സമിതി അംഗം പി സുഗുണൻ, വാർഡ് വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങി എല്ലാവരുടെയും സഹായം നന്ദിയോടെ സ്മരിക്കുന്നു. 5 കൊല്ലവും ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.